ഹായ്, നമസ്കാരം. ഒരു ചെറിയൊരു സിമ്പിൾ ട്രിക്കോട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. മറ്റൊന്നുമല്ല, സമയമായി ബന്ധപ്പെട്ടൊരു കാര്യത്തെ പറ്റി. ഇതിൽ കൂടുതലും അറിയാവുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഞാനിത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരിക. അപ്പം ഈ റെയിൽവേ ടൈം എല്ലാവർക്കും മിക്കവർക്കും ഒരു ഡൗട്ടുള്ളൊരു സംഭവം. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം 13, 14, 15, 16, 17 ഇങ്ങനെ നമ്പർ. അപ്പോൾ അത് മിക്കവർക്കും ഡൗട്ടുള്ളവരാണ്. ആദ്യമൊക്കെ എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ചെറിയ ട്രിക്കുണ്ട്. സംഭവം അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ. സിമ്പിളാണ്. നമ്മുടെ മനസ്സിലൊരു ചെറിയൊരു കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത്. ഞാൻ തീർച്ചയായും പറയുന്നത് അറിയാൻ ഏതൊരു മാത്രമുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞുതരാം, ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതേ ഇതാണ്. ഇത് നമ്മുടെ നോർമൽ സമയം, ക്ലോക്കിൻ്റെ നോർമൽ സമയം. ഇത് നമ്മളെ മിഡ് നൈറ്റിൽ 12 തൊട്ട് ഇങ്ങോട്ട് വന്ന് ഉച്ചയ്ക്ക് 12 മണി, പിന്നെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യും. 1, 2, 3, 4 ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെയാണല്ലോ തുടങ്ങുന്നത്. റെയിൽവേയുടെ സമയം മിഡ് നൈറ്റ് 00 അറിയാം തുടങ്ങുന്നത്. പിന്നീട് 1, 2, 3, 4, 5, 6, 7, 8, 9 ഉച്ചയ്ക്ക് 12 PM. ഇതിന് മുമ്പുള്ള സമയം നമ്മുടെ നോർമൽ സമയം പോലെ തന്നെ ആയിരിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പുള്ള സമയം സെയിം നമ്മുടെ നോർമൽ സമയം പോലെ തന്നെ. ഇതിന് ഒരു കാര്യം എപ്പോഴും കൊടുത്തത്, ഈ നോർമൽ സമയം 1, 2, 3, 4, 5 റെയിൽവേ സമയം കാണിക്കുന്നത് എപ്പോഴും AM ടൈമായിരിക്കും. അറിയാമല്ലോ, അത് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നത് ഒരു AM ടൈമായിരിക്കും. ഉച്ചയ്ക്ക് 12 PM തുടങ്ങുമ്പോൾ മുതൽ ഇങ്ങോട്ട് പിന്നീട് നമ്മുടെ റൈവൽ ടൈമായിട്ട് 24 വരുമ്പോഴത്തേക്കും കണ്ടിന്യൂ ആണല്ലോ പോകുന്നത്. 12 ശേഷം 13, 14, 15 ഇവിടെയാണ് എളുപ്പമാണ്. നമ്മൾ ഉച്ചയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു ട്രിക്കാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ നിൽക്കുമ്പോൾ ഒരു 13 മണി, പെട്ടെന്ന് 13 മണി എത്ര വാച്ചുള്ളവർ കാണും, ഇല്ലാത്തവർ കാണും. പക്ഷേ കൗതുകത്തിന് നമ്മളിത് പഠിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. റെയിൽവേ ടൈം 13, 14 ഈ സിമ്പിളായിട്ട് പഠിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം 12 മണിക്ക് ശേഷം ഇപ്പം 13, അതിനൊരു സിമ്പിൾ ട്രിക്ക് എന്ന് പറയുന്നത്, ഈ 12 മണിക്ക് ശേഷമുള്ള ബാക്കിയുള്ള നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇവിടെ വരെയുള്ള നമ്പേഴ്സ്, ഇവിടെ 24 എപ്പോഴും 12 മണി സൂചിപ്പിക്കുന്നതാണ്. അത് മനസ്സിലായല്ലോ. ബാക്കിയുള്ളതിനായിട്ടുള്ള നമ്പർ നമ്മൾ സിമ്പിളായിട്ട് കരുതിയിരുന്നത് 24. അതായത് ഈ ശേഷം വരുന്നത് എപ്പോഴും PM ആയിരിക്കും. ഈ നമ്പറുകളെല്ലാം PM. അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചിരിക്കും. ഇപ്പോൾ 13 മണി നമ്മൾ ഒന്നുകിൽ ഈ അറ്റത്തുള്ള ഈ നമ്പർ 3, 4, 5 ഈ നമ്പറിനെ മൈനസ് എല്ലാം 2, ഈ നമ്പറുകളെല്ലാം 2 ചെയ്ത് കഴിഞ്ഞാൽ -2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട സമയം കിട്ടും. ഇടയ്ക്ക് ചെറിയ നമ്പറിന് ഒരിതുണ്ട്, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഇപ്പോൾ 13നെ 2 നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 11 ആണ്. അപ്പം അതിൻ്റെ വലത്ത് ഭാഗത്തുള്ള നമ്പറായിരിക്കും നമ്മുടെ ടൈം. ഇപ്പം എത്ര? 13 - 2 11, 1 മണി. ശരിയായില്ലേ? 14 - 2 എത്രയാണ്? 12. എത്രയാണ്? 2 മണി. അല്ലെങ്കിൽ 4 - 2, ഈ 15 - 2 15 - 2 13. അപ്പോൾ ഈ വലത്ത് കിടക്കുന്ന നമ്പർ 3 മണി. അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്പർ എടുത്താൽ മതി, ഇവിടം വരെ അങ്ങനെ തന്നെ പോകും. 6 - 2 4 മണി. 7 - 2 5 മണി. 8 - 2 6 മണി. 9 - 2 7 മണി. ഈ 19 വരെ. അപ്പം അതിനാണ് ഞാൻ ഈ 2 നമ്പറുകൾ. ഇതിന് ശേഷം പിന്നെയും മിസ്റ്റേക്ക് വരുന്നുണ്ട്. 20 18 19 ശേഷം പിന്നെ 20 വരുമ്പം 20 - 2 18 വരും. വീണ്ടും ഇരട്ട നമ്പർ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് ഈ 2 അക്കം വീതം കുറച്ച് പഠിച്ചാൽ നല്ലത്. അങ്ങനെ മനസ്സിൽ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ 13 - 2 11 പറഞ്ഞാകുമ്പം അതിൻ്റെ വലതുവശത്ത് നമ്പറായിരിക്കും നമ്മുടെ സമയം 1 മണി. 14 - 2 എത്ര? 2. 15 - 2 13 3 മണി. 16 - 2 14 4 മണി. ഇത് കണ്ടോ? 20 വരുമ്പോഴത്തേന് 20 - 2 എത്ര? 18. വലതുവശത്തെ നമ്പർ 8 മണി. 21 - 2 എത്ര? 19. വലതുവശത്തെ നമ്പർ 9 മണി. 23 - 2 22 ഉണ്ടല്ലോ. 22 ഇത് 22 - 2 എത്ര? 22 2 പോയി കഴിഞ്ഞ് 20. ഇവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട് കണ്ടോ. 20 വീണ്ടും ഇരട്ട നമ്പർ വന്നു 20. ഈ 20ഉം 22 നമ്മളൊന്ന് നോക്കിയിരുന്നു. 22 എപ്പോഴും 10 മണിയെ സൂചിപ്പിക്കുന്ന നമ്പർ. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ 22 വരുവാണ് വീണ്ടും
22 -2 പോയി കഴിഞ്ഞാൽ 20 വന്നു. 20 വന്ന ഈ വലതുവശത്ത് എത്ര വന്ന് 0 വന്നു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? 10 ഉത്തരം. 0 വന്നു കഴിഞ്ഞാൽ 10 മണിയെ സൂചിപ്പിക്കും. അതോളം ഇതിനകത്തിലൊരു ഇത്. പിന്നീട് 24. മനസ്സിലായില്ലേ? ഒരു സിമ്പിളായിട്ടൊരു ഇതാണ്. നമ്മൾ നോക്കിയാൽ മതി, നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് ഇത്ര സിമ്പിളായിരുന്നു എന്ന് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ്.